ഇതൊരു ഞായറാഴ്ച സംഭവമാണ്. പള്ളിയിലെല്ലാം പോയി കഴിഞ്ഞ് വന്നിങ്ങനെ മുറ്റത്ത് നിൽക്കുമ്പോഴാണ് നമ്മുടെ മുറ്റത്തെ മാവിന്ന് വീണ് കിടക്കുന്ന നല്ല നാട്ടുമാങ്ങ കിടക്കുന്നത് കണ്ടത്. പിന്നെ വിചാരിച്ചു സാധാരണ ഞായറാഴ്ച നമ്മൾ നല്ല കപ്പ ഇറച്ചിയൊക്കെ തിന്നേണ്ടതാണ്. പക്ഷെ വിചാരിച്ചു നോമ്പക്കല്ലേ, അതുകൊണ്ട് തന്നെ നല്ല നാട്ടുമാങ്ങ കറി വയ്ക്കാൻ തീരുമാനിച്ചു. മിക്കേനോടും ഗബിക്കുട്ടിനോടും പറഞ്ഞ് അവന്മാരതെല്ലാം പറക്കി ഞാൻ വൃത്തിയായി കഴുകി അത് പൊളിച്ച് കറി വയ്ക്കാൻ എന്തായാലും തീരുമാനിച്ചു. പിന്നെ അറിയാമല്ലോ, നമ്മൾ സാധാരണ പോലെ തന്നെ കുറച്ച് വെള്ളവും മാങ്ങയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് ശർക്കരയും നെയ്യൊക്കെ ഒഴിച്ച് നല്ല ഓണമൊന്ന് തിളപ്പിച്ചു. നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ തന്നെ തേങ്ങ അരച്ചു. അതിൻ്റെ കൂടെ കുറച്ച് കാന്താരിയും ജീരകവും എല്ലാം ഇട്ട് തേങ്ങ അരച്ചങ്ങ് സെറ്റാക്കി. അതിങ്ങനെ കുഴകഴാന്ന് വരുമ്പോഴാണ് നമ്മൾ കടുക് താളിക്കൂലേ, കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും എണ്ണയൊക്കെ ഒഴിച്ച് താളിച്ചിങ്ങനെ എടുത്തു. പിന്നെ അറിയാലോ, നമ്മൾ ഈ ഒരു സദ്യ കഴിക്കുന്ന കൂട്ടത്തിലൊക്കെയാണ് സാധാരണ ഈ മാങ്ങാക്കറി കഴിക്കുന്നത്. പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് ബീഫൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ മറ്റു കറികളൊന്നും ഉണ്ടാക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ മാങ്ങാക്കറി അങ്ങ് ഒഴിച്ച് നല്ലൊരു പിടി പിടിച്ചു. ഉഷാറ് കറിയാണ് കേട്ടോ. നമുക്ക് എപ്പോഴും അങ്ങനെ ഉണ്ടാക്കാൻ പറ്റാത്തൊരു കറിയാണ് മാങ്ങാക്കറി അല്ലേ. മാങ്ങ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണേ, അടിപൊളിയാണ്.